ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുടുംബം, തിരുക്കുടുംബം വിചിന്തനം നാം തുടരുകയാണ്. ഇതുവരെ നമ്മൾ ധ്യാനിച്ചത് തിരുക്കുടുംബത്തെക്കുറിച്ചാണ്, ദി അൾട്ടിമേറ്റ് ഫാമിലി യൂണിറ്റ്. ഇനി മുമ്പോട്ട് നാം ചിന്തിക്കാൻ പോകുന്നത് ദ ഹ്യൂമൻ ഫാമിലി യൂണിറ്റ്. ഈ ഭൂമിയിലുള്ള ഫാമിലി നാം കാണുകയുണ്ടായി. അപ്പൻ, അമ്മ, മക്കൾ ചേരുന്നതാണ് ഒരു കുടുംബം, ഭൂമിയിലുള്ള കുടുംബം. തിരുക്കുടുംബത്തിൻ്റെ സാദൃശ്യത്തിൽ രൂപപ്പെടേണ്ടതാണ് ഭൂമിയിലുള്ള കുടുംബം. കുടുംബത്തിൻ്റെ പ്രാധാന്യം എടുത്തു പറയുന്ന ഏതാനും ചില വചനഭാഗങ്ങൾ, അതുപോലെ തന്നെ സഭ നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, അവയാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, അതിൻ്റെ 2204 പാരഗ്രാഫ് വായിക്കുമ്പോൾ സവിശേഷമായ ചില കാര്യങ്ങൾ അവിടെ സഭ നമ്മെ കുടുംബത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്: കുടുംബം എന്ന് പറഞ്ഞാൽ ഗാർഹിക സഭയാണ്. സഭയുടെ ഒരു ചെറിയ പതിപ്പായി കാണേണ്ടതാണ് കുടുംബം. അത്രമാത്രം പ്രാധാന്യം കുടുംബത്തിനുണ്ട് എന്നുള്ളത് സഭ നമ്മെ പഠിപ്പിക്കുന്നു. മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഇതേ പാരഗ്രാഫിലാണ്: സഭാത്മക കൂട്ടായ്മയുടെ സവിശേഷമായ ഒരു പ്രദർശനവും സാക്ഷാത്കാരവുമാണ് കുടുംബം. എന്ന് പറഞ്ഞാൽ സഭയിലേക്ക് നോക്കുമ്പോൾ നാം മനസ്സിലാക്കുന്ന കാര്യങ്ങൾ കുടുംബത്തിലേക്ക് നോക്കി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അപ്പം അതുകൊണ്ട് തന്നെ സഭ പറയുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. വിശ്വാസം നമ്മുടെ കുടുംബത്തിന് അടിസ്ഥാനമാകണം. രണ്ടാമത്തെ കാര്യം, പ്രത്യാശയിൽ നമ്മുടെ കുടുംബത്തെ പണിതുയർത്തണം. മൂന്നാമത്തേത്, സ്നേഹം തഴച്ചു വളരേണ്ടതാണ് കുടുംബം. അങ്ങനെ പ്രത്യാശ, വിശ്വാസം, സ്നേഹം, ഇവയ്ക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു സമൂഹമായിട്ട് കുടുംബാംഗങ്ങൾ മാറണം എന്ന് സഭ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എഫേസുസ് 5-ാം അധ്യായം 21 മുതൽ 6-ാം അധ്യായത്തിൻ്റെ 4 വരെ എടുക്കുമ്പോൾ കുടുംബത്തിൻ്റെ പ്രാധാന്യം വചനം എടുത്തു കാണിച്ചിരിക്കുന്നത് നമുക്കവിടെ കാണാൻ പറ്റും. ഇനി ഈ വചനഭാഗം ധ്യാനിക്കുമ്പോൾ നാം മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങൾ: സഭയിൽ കുടുംബത്തിന് വലിയ സ്ഥാനമുണ്ട്. അതുപോലെ തന്നെ ക്രിസ്തുവിനെ പ്രതി പരസ്പരം വിധേയരായിരിക്കേണ്ടവരാണ് കുടുംബാംഗങ്ങൾ. ഭാര്യമാർ സഭ കർത്താവിന് വിധേയപ്പെട്ടതുപോലെ വിധേയപ്പെടണം. കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. കുട്ടികൾ മാതാപിതാക്കളെ ബഹുമാനിക്കണം. മാതാപിതാക്കൾ മക്കളെ സംരക്ഷിക്കണം. ഇത്രയേറെ കാര്യങ്ങളാണ് ഈ ഒരു വചനഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ കുടുംബത്തിന് സഭയിൽ വലിയ സ്ഥാനമുണ്ട് എന്ന് ഇക്കാര്യങ്ങളെല്ലാം വിളിച്ചു പറയുന്നുണ്ട്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 2205 കൂടി എടുക്കുകയാണെങ്കിൽ അവിടെ പറയപ്പെട്ടിരിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കുടുംബത്തിൻ്റെ പ്രാധാന്യം വെളിപ്പെടുത്തുന്നതാണ്. കുടുംബം വ്യക്തികളുടെ കൂട്ടായ്മയാണ്. കൂട്ടമായ പോരാ, കൂട്ടായ്മയായി മാറണം. ത്രിത്വത്തിലെ ഐക്യത്തിൻ്റെ അടയാളവും പ്രതിരൂപവുമായി കുടുംബം മാറണം. ത്രിത്വത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഐക്യം, അതിൻ്റെ അടയാളവും പ്രതിരൂപവുമായി നമ്മുടെ കുടുംബം മാറണം. പ്രാർത്ഥനയും വചനവും അവരുടെ സ്നേഹം ശക്തിപ്പെടുത്തും. പറയുണ്ട്, കുടുംബാംഗങ്ങൾ ഒരു നല്ല കുടുംബത്തിന് രൂപം കൊടുക്കണമെങ്കിൽ ആ കുടുംബത്തിൽ പ്രാർത്ഥനയ്ക്ക് സ്ഥാനമുണ്ടാകണം, വചനത്തിന് സ്ഥാനമുണ്ടാകണം. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 2744 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥന ഒരു നിർണായക ആവശ്യമാണ്.
ക്രിസ്ത്യാനികൾക്ക്, ക്രിസ്തീയ കുടുംബത്തിലെ അംഗങ്ങൾക്ക് നിർണായക ആവശ്യമാണ്, വൈറ്റൽ നെസസിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഈ പ്രാർത്ഥനയും വചനവും കുടുംബാംഗങ്ങൾക്കുണ്ടെങ്കിൽ ആ കുടുംബം സുസ്ഥിരമായിരിക്കും. 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പഠിപ്പിക്കുന്നുണ്ട്. പ്രാർത്ഥനയുള്ളവരുടെ ഒരു പ്രത്യേകത, പ്രാർത്ഥിക്കാൻ സാധിക്കുന്നവരുടെ ജീവിതത്തിൽ അതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകും. ജോൺ ക്രിസോസ്റ്റം പറയുന്നു, പ്രാർത്ഥന അസാധ്യ കാര്യങ്ങൾ സാധ്യമാക്കും, ദുഷ്കരമായ കാര്യങ്ങൾ എളുപ്പമാക്കും, ഒപ്പം പാപത്തിൽ നാം വീഴുന്നത് അസാധ്യമാക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, വ്യക്തിപരമായ പ്രാർത്ഥനയും കുടുംബ പ്രാർത്ഥനയും നമുക്ക് വളരെ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥനയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് കുടുംബ പ്രതിഷ്ഠയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് നാം ഒരു കോമൺ നിയോഗമായിട്ട് വയ്ക്കുന്നത് ഉറ്റവരുടെയും ഉടയവരുടെയും വേർപാടിൻ്റെ വേദനയിൽ കഴിയുന്നവർക്ക് വേണ്ടിയാണ്. ഇന്നത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, ഇന്നത്തെ പ്രാർത്ഥനാ നിയോഗങ്ങളും യേശുവിൻ്റെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് നമുക്കിപ്പോൾ കുടുംബ പ്രതിഷ്ഠയിൽ പങ്കുചേരാം. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ മുദ്ര ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളെയും ആശീർവദിക്കുകയും എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുകയും മേലിൽ പാപം ചെയ്യാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കുടുംബത്തെ തിരുക്കുടുംബത്തിൻ്റെ സാദൃശ്യത്തിൽ രൂപപ്പെടുത്തണമേ. മറിയത്തിൻ്റെ വിമല ഹൃദയവും മാറി യൗസേ പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവൻ ഇതിൻ്റെ സജീവ സ്മരണ ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ മർഗരീത്ത മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്കിനി താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുകയും ചെയ്യാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകമാസകലമുള്ള എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ തിരുഹൃദയത്തിലും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലും ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളെ സംരക്ഷിക്കണമേ, ഞങ്ങളെ പരിപാലിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.